അഞ്ച് സമയത്തേക്കെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചൂടെ? They are all waiting. Come on. Many happy returns of the day. Thank you. Thank you. Happy returns. Thank you. May I? Oh, sure. You are really small. Well, listen everybody. Now why don't we join for a few drinks? With pleasure. Oh, sure. Please. Come on. Thank you. Cheers. Thank you. Please. ഹായ്. അതെ ബാബു, ഞാൻ ആലോചിക്കാണേ, വർഷാവർഷം ഈ വെഡിങ് ആനിവേഴ്സറി മാത്രം ആഘോഷിച്ചാൽ മതിയോ? മറ്റു ചിലതിനും കൂടി ഒന്ന് മനസ്സ് വെക്കണ്ടേ? അല്ല, രണ്ടുപേരും കൂടി ഒത്തൊരുമിച്ചൊരു കൈ ഏറ്റിരിക്കുന്നു. ആകെ ഒരു സ്മാള് കഴിച്ചിട്ടുള്ളൂ, നോക്കൊന്നും വേണ്ട. സ്മാള് കഴിച്ചോ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മാഷേ. നാളെ ഊട്ടി ട്രിപ്പിന് ഞാനില്ലേ? പിന്നെ നീ ഇല്ലാതെ എന്തൊരു ഊട്ടി? ഇറ്റ്സ് എ ബിസിനസ് കം പ്ലഷർ ട്രിപ്പ്. Good morning, sir. Good morning, sir. Good morning, sir. Morning. Good morning. Morning. Morning, sir. Hello, Babu here. I came only in the morning. I shall meet you in the evening. Okay, right. ഇരിക്കും. A&K ഗ്രൂപ്പ് ഓഫ് എസ്റ്റേറ്റ്സ് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു. 15 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. ഓൾറെഡി 20 ലക്ഷം രൂപയോളം മാർക്കറ്റിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. ഗാർമെന്റ് ബിസിനസ് ആകെ കുഴഞ്ഞു കിടക്കുക. അതൊന്ന് സ്റ്റഡി ആയിട്ട് മതി വേറൊരു വെഞ്ചറിലേക്ക് ഇറങ്ങാൻ എന്നാണ് എന്റെ അഭിപ്രായം. ഗാർമെന്റ് ബിസിനസ് സ്റ്റഡി അല്ലാത്തതുകൊണ്ടാണ് വേറൊരു ബിസിനസ്സിലേക്ക് കിടക്കുന്നത്. എങ്കിലും നിൽക്കാൻ പറ്റൂ. പണം അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടിനെ പറഞ്ഞോളൂ. അല്ല, അത് ഞാൻ അറേഞ്ച് ചെയ്തോളാം. 8-ാം തീയതിക്ക് മതിയല്ലോ. മതി. ആരുടെ പേരില്ല? എന്റെയും രചനയുടെയും പേരില്. ഫാദറിലോ സമ്മതിച്ചു കാണുമല്ലോ? അത് ഞാൻ പറഞ്ഞോളാം. ബാബു, ധൈര്യമുണ്ടെങ്കിൽ ചെയ്തോളൂ. ഇനിയുള്ള കാലം ഞാനൊരു റിട്ടയർ ലൈഫാണ് ആഗ്രഹിക്കുന്നത്. ബാബുവിന് ചെറുപ്പമാണ്, പുതിയ പുതിയ ഐഡിയാസ്, ആൻഡ് യു ആർ സ്മാർട്ട്. ഗോ അഹെഡ്. സമയം കേട്ടോ, ബാബു എപ്പോഴും ഇങ്ങനെയാ. ഒരിക്കലും പടത്തിന്റെ തുടക്കം കാണിക്കില്ല. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ് ഡിയർ. ചലോ, ഗുഡ് നൈറ്റ്. എനിക്ക് പേടിയാവുന്നു. കുറച്ച് പതുക്കെ പോയാൽ മതി. ഇതിനൊക്കെ പതുക്കെ ഓടിക്കാൻ പറ്റുമോ? പിന്നെ
Cheers for the success of the new business. എഗ്രിമെന്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ ടഫാണ്. വളരെ ചീപ്പായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അവർക്കിപ്പോ വേറെ നല്ല ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോ ഒന്ന് മാറ്റിക്കച്ചവടം ചെയ്ത 10 ലക്ഷം രൂപ ക്ലീൻ ആയിട്ട് പോരും. Is it? നമ്മളൊന്ന് ബാക്ക് അടിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുക. പക്ഷെ ബാബു വിടുവോ? അതോ അവനാരാ മോൻ? ബിസിനസിന്റെ സകല ഗുണാൻട്രിഫിക്കേഷൻ അവനറിയാം. എന്റെ സണ്ണിലോ ആയിട്ട് പറയുകയല്ല. ബാബു ആള് ജഗജില്ലയാണ്. എ ബോൺ ബിസിനസ് മാൻ. ഓ യെസ്, എ വെരി എന്റർപ്രൈസിംഗ് ബോയ്. ഡീഡൊക്കെ ആരുടെ പേരിലാ? അറിഞ്ഞോളൂ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ രഹസ്യമൊന്നുമില്ല. രജനിയുടെയും ബാബുവിന്റെയും പേരില്ല. ആഫ്റ്റർ ഓൾ അവരെല്ലാം എൻജോയ് ചെയ്തു. അതെ അതെ. 100 ആയുസാ. നല്ല സെലക്ഷൻ, ബ്യൂട്ടിഫുൾ. വയസ്സന്മാരെന്തിനാ സാരിയുടെ ഭംഗി നോക്കുന്നത്? അത് കൊള്ളാം. ആര് പറഞ്ഞു വർമാജിക്ക് വയസ്സായത്? അതൊക്കെ പോട്ടെ, എസ്റ്റേറ്റ് കച്ചവടത്തിന് പാർട്ടി എന്നാ? എപ്പോ വേണേലും ആ. അല്ല ബാബു, വൈ നോട്ട് യു ജോയിൻ us? ഒരു സ്മോൾ. വേണ്ട, എനിക്ക് 1-2 ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. യു ക്യാരി ഓൺ. വരട്ടെ. കാര്യം വിട്ടുള്ള കളിയില്ല ബാബുവിന്. അതൊക്കെ മനസ്സിലായി. ഇപ്പൊ തൽക്കാലം ഇതങ്ങോട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ. നാളെയാണ് എസ്റ്റേറ്റിന്റെ രജിസ്ട്രേഷൻ. ബാലൻസ് എമൗണ്ടിന്റെ കാര്യം ഒന്നും ശരിയായിട്ടില്ല. ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. 2-3 ഫൈനാൻസേഴ്സ് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. എന്തിനാ ഇത്രയും ടെൻഷൻ അനുഭവിക്കുന്നത്? നമുക്കുള്ള ബിസിനസ്സുകൾ മതിയായിരുന്നു. 2 ദിവസം കൊണ്ട് ബാബു വല്ലാണ്ടായി. ഊണുമില്ല, ഉറക്കവുമില്ല. ഒക്കെ ശരിയാവും. ഞാൻ പോയിട്ട് ആവുന്നത്ര വേഗത്തിൽ വരാം. ഡാഡി ഇപ്പോൾ വരും. ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ബാബു, മോർണിംഗ് സർ. ആരും എത്തിയില്ല. എല്ലാവർക്കും ആവശ്യം സെക്യൂരിറ്റിയാ. വാങ്ങാൻ പോകുന്ന എസ്റ്റേറ്റ് തന്നെ സെക്യൂരിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? അവർക്കത് പോരാന്നാ പറഞ്ഞത്. അതിപ്പോ ലാസ്റ്റ് മൊമെന്റിലാ പറയാ. ശരി, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. എന്തായി ബാബു? ഒന്നും ശരിയായിട്ടില്ല. നമുക്ക് ഒന്ന് ധനലക്ഷ്മി ഫൈനാൻസേഴ്സ് വരെ പോയിട്ട് വരാം.
ആ കുറിപ്പിപ്പോ വരും. നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയിട്ട് പോയാൽ പോരെ? രജനിക്കുള്ള ആഹാരം ടിഫിൻ കാറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കയറി ലേറ്റ് ആവും. ബാങ്ക് ടൈം കഴിഞ്ഞാൽ പിന്നെ ഇന്നൊന്നും നടക്കില്ല. ശരി. നമ്മൾ ചെല്ലുന്നുണ്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഫോൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞാലോ? ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ കിടന്ന് ഓടണമായിരുന്നു. ഒരു ഹ്യൂജ് എമൗണ്ടിന്റെ കാര്യമല്ലേ. നാളെ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ കൊടുത്ത അഡ്വാൻസ് കൂടെ പോകും. അവസാന നിമിഷത്തിലല്ലേ അവർ സെക്യൂരിറ്റി കടമ്പടി പിടിച്ചത്? എങ്കിൽ പിന്നെ നമ്മുടെ വീട് സെക്യൂരിറ്റി കൊടുക്കാമായിരുന്നില്ലേ? അഡ്വാൻസ് കൊടുക്കാൻ 15 ലക്ഷം രൂപ കടം മേടിച്ചതിന് വീടാ സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നു. അക്കാര്യം ബാബു എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഓ, അപ്പൊ ബാബു തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു അല്ലേ? എന്തായാലും എന്നോട് ബാബുവിന് ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. ഓ, ഐ കാൻ ബിലീവ് ഇറ്റ്. ഒപ്പിടുന്നതിന് മുമ്പ് രജനിക്കും എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു. അവളും അത് ചെയ്തില്ല. അല്ലേ, അവക്ക് എന്തറിയാം, പാവം കുട്ടി. ഫോട്ടോകളെടുത്ത് സൂക്ഷിക്കുന്നതിൽ ബാബുവിന് വലിയ കൗതുകമായിരുന്നു. എനിക്ക് കാണാൻ ഈ ചിത്രങ്ങളെ ഉണ്ടാവൂ എന്നതിന്റെ ഒരു മുന്തിരി ആയിരുന്നിരിക്കാം അത്. കുട്ടിയുടെ താത്താക്കിട്ടിരിക്കുക. എന്റെ അച്ഛൻ ഇതിനകത്ത് ജീവിച്ചിരിപ്പുണ്ട്. മോളെ,
ഡാഡി വല്ലതും കഴിച്ചോ? Good night, Grandpa. ഇതാണ് അച്ഛന്റെ അവസ്ഥ. പാവൻ ഡാഡി. എല്ലാം തകർന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു നാളത്തേക്ക് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഒന്നും പിടിച്ചാൽ പിടികിട്ടില്ല എന്നുറപ്പായപ്പോൾ മദ്യത്തിൽ അഭയം കണ്ടെത്തി. ആരോടും മിണ്ടാറില്ല, എന്നോട് പോലും. ഈ കണ്ട സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിട്ടും രജനിയെ സഹായിക്കാൻ ആരും ഉണ്ടായില്ലേ? സഹായിച്ചു. അവരെനിക്ക് പണം ഉണ്ടാക്കാനുള്ളൊരു വഴി കാണിച്ചു തന്നു. എസ്റ്റേറ്റിന് അഡ്വാൻസ് കൊടുത്ത 15 ലക്ഷം പോയി. ഇനി അതിനുവേണ്ടി 10 പൈസ ചെലവാക്കേണ്ട കാര്യമില്ല. അവരുടെ പേരിൽ ഒരു കേസ് കൊടുത്താലോ? കൊടുക്കാം. മുദ്രക്കടലാസിന് 1 ലക്ഷം രൂപ വേണം, മറ്റ് ചിലവുകൾ പുറമേ. എസ്റ്റേറ്റുകാരുടെ പേരിൽ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുന്ന കാര്യം നിൽക്കട്ടെ. ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടാതിരിക്കണമെങ്കിൽ നാളെ ഒരു 50,000 രൂപയെങ്കിലും കോടതി കിട്ടിയേക്കണം. അത് വല്ല മാർഗം കണ്ടിട്ടുണ്ടോ? നാളെ ഹാജരാവേണ്ട കേസിലെ കക്ഷികൾ കാത്തിരിക്കുകയാണ്. Look here, I don't have time to spare. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം കാണുന്നില്ല. അപ്പോ വീട് പൊയ്ക്കോട്ടെ അല്ലേ? പണത്തിന് പണം തന്നെ വേണം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം എന്റെ ഫീസിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ കക്ഷികൾക്ക് കോടതിയിൽ കെട്ടിവെക്കാനുള്ള പണം കൂടി വക്കീൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ഒന്നുകൂടി ആലോചിച്ചു നോക്ക്. ഈ സംഖ്യ ഇപ്പോൾ കെട്ടിവെച്ചാൽ കുറെ കാലം കൂടി ഇങ്ങനെ ഉന്തിത്തള്ളി കൊണ്ടുപോകാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. ആ കൊച്ചിനെ തന്തപ്പിടിയും കൊണ്ട് എങ്ങോട്ടാ പോവുക? ഞാനൊന്ന് പറയട്ടെ, വെറുതെ ആരും ആരെയും സഹായിക്കില്ല. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചിലർക്ക് ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ മുതലെടുക്കുക. അതൊന്നും വലിയ പാപമല്ല. ഇത് ബോധോർമ്മയ്ക്കുള്ള ഒരു പ്രോമിസറി നോട്ടാ, 50,000 രൂപയുടെ. ഉള്ള കടക്കാരുടെ കൂട്ടത്തിൽ അയാളുടെ ഒരു ജപ്പി വരും. കുറെ കഴിയുമ്പോ അയാൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാലും വെറുതെ തന്നൊരു തോന്നല് അയാൾക്കും ഉണ്ടാകണ്ട. ആ, ഇതാ ഒന്ന് ഒപ്പിട്ടേക്കൂ. ഞാൻ ഫോൺ ചെയ്യാം, ഇന്ന് തന്നെ പോയി കാണണം. എന്താ? രജനി കുഞ്ഞ് കാണാൻ വന്നിരിക്കുന്നു. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? അതെ.
മുകളിലേക്ക് വരാൻ പറ. कौन है कौन है ടുഡേ വി ആർ എൻജോയിങ്. एंजॉय വി ആർ एंजॉयिंग ആരാ വരുന്നതെന്ന് അറിയാവോ? ए हम पूछ रहा है अड्डा क्या करें अरे बोलो ना രജനി, ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡെയിം ഇൻ ടൗൺ. अरे वाह സേട്ടു, സേട്ടിന് പണമുണ്ടാക്കാൻ ഭാഗ്യം. ഇതെല്ലാമാണ് എന്റെ ഭാഗ്യം. ആ, തന്റെ ഈ രൂപ വാങ്ങിച്ചു കൊടുക്കാൻ പോണെന്നാ ഞാൻ പറയാൻ പോണേ. நீ என்ன வேணுமோ சொல்லு விஷயத்தை மட்டும் முடிச்சு கொடுத்துடு ഒന്നടിക്കണം. വരൂ വരൂ വരൂ. താൻ പോയിക്കോ. ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേ. ശരി. ഹൗ ആർ യു സ്വീറ്റ് ഹാർട്ട്? वाह 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 क्या माल है क्या माल है ഇരിക്കൂ. खूबसूरत खूबसूरत ഓ, ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? എന്നോട് നേരിട്ട് ചോദിച്ചാ പോരെ. ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ, രജനി ഇദ്ദേഹത്തെ അറിയുവോ? ഹർറാം സേട്ട്. ഞാൻ ഇപ്പൊ സേട്ടിനോട് പറയായിരുന്നു, ഒരു പുരുഷായുസിൽ കണ്ടുമുട്ടാവുന്ന ഏറ്റവും വലിയ സ്ത്രീ സൗന്ദര്യത്തിന്റെ ഉടമയാണ് രജനി എന്ന്. സേട്ട് മോശക്കാരനല്ല, എന്നെ പോലെ 10 പേരെ വിലക്ക് വാങ്ങാൻ കഴിയും. ഇപ്പൊ തന്നെ രജനിയുടെ കാര്യത്തിന് വേണ്ടി പണം അഡ്ജസ്റ്റ് ചെയ്ത് സേട്ടന്റെ അടുത്തുനിന്നാ. ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യവുമില്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ കമ്പനി കൂടാറുണ്ട്. പുള്ളി ഒരു കൊച്ചു ഗോപാലകൃഷ്ണ. Cheers. രജനി കുഞ്ഞ്, ഡ്രൈവറെ വേറെ അന്വേഷിച്ചോളൂ. ഇതൊന്നും കാണാൻ ശക്തിയില്ല എന്നിട്ടാ.